പരസ്പര വിരുദ്ധമായിട്ടാണ് ഇവരെല്ലാവരും സംസാരിക്കുന്നത്. ആരോഗ്യമന്ത്രി ആദ്യം പറഞ്ഞതല്ല പിന്നീട് പറഞ്ഞത്, പിന്നീട് ആരോഗ്യമന്ത്രി പറഞ്ഞതല്ല മുഖ്യമന്ത്രി പറഞ്ഞത്. ഇവരുടെ ഇപ്പോൾ സംസാരിക്കുന്നതിന് ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്. ഒരു സത്യം തുറന്നു പറഞ്ഞതിന് ഇപ്പൊ പ്ലെയിനിൽ കൊണ്ടുവന്നില്ല സാധനം ആ ഡിപ്പാർട്ട്മെന്റിലെങ്കിലും, അപ്പൊ അദ്ദേഹം സത്യമാണ് തുറന്നു പറഞ്ഞത് എന്ന് വ്യക്തമാണല്ലോ. അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച പോലും ഇടതുപക്ഷത്തിന് അനുകൂലമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ഒരാളാണ്. ആ ഇടതുപക്ഷ സഹയാത്രികനായ ഒരാൾക്ക് പോലും മെഡിക്കൽ കോളേജിനകത്തും സർക്കാർ ആശുപത്രിയിലും നടക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു. നിവൃത്തികേട് കൊണ്ട് പറഞ്ഞാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ ആദ്യം വിരട്ടി, പിന്നെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു. ഇപ്പോഴും ഒരു വിരട്ടലിന്റെ ഭാഷയാണ്. അത് ശരിയല്ല. ഒരു സത്യം തുറന്നു പറഞ്ഞതിന് ഒരാളെ പീഡിപ്പിക്കുകയും അയാളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നത് ശരിയായ രീതിയല്ല. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമുള്ളതല്ല, കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും എല്ലാ സർക്കാർ ആശുപത്രികളിലും ഇതിനേക്കാൾ ദയനീയമാണ്. ആലപ്പുഴയിലും കോഴിക്കോടുമൊക്കെ ഇതിനേക്കാൾ ദയനീയമായ സ്ഥിതിയാണ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം 936 കോടി രൂപയാണ് മരുന്ന് മേടിക്കാൻ ആവശ്യമുണ്ടായിരുന്നത്. കൊടുത്തത് 356 കോടി രൂപ ആദ്യം കൊടുത്തു, പിന്നെ ഒരു 150 കോടി കൊടുത്തു. അപ്പൊ 428 കോടി രൂപ കഴിഞ്ഞ വർഷത്തെ കൊടുക്കാൻ ബാക്കിയുണ്ട്. ഈ വർഷം മരുന്ന് മേടിക്കേണ്ടതിന് 1015 കോടിയാണ് കൊടുക്കേണ്ടത്. അതിന് 356 കോടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷവും ഈ വർഷവും തന്നെ മരുന്ന് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് 1100 കോടി രൂപ ഗവൺമെന്റ് കൊടുക്കാനുണ്ട്. പിന്നെ എങ്ങനെയാണ് മരുന്ന് സപ്ലൈ ചെയ്യണം? അപ്പൊ മരുന്ന് സപ്ലൈ ചെയ്യണ കമ്പനികളൊന്നും പ്രോപ്പറായി മരുന്ന് സപ്ലൈ ചെയ്യുന്നില്ല. സർജിക്കൽ എക്യുപ്മെന്റ്സ് കൊടുക്കുന്നില്ല, ആശുപത്രി പഞ്ഞി കൊടുക്കുന്നില്ല, നൂല് കൊടുക്കുന്നില്ല. ഇപ്പൊ രോഗികളെല്ലാം നൂലും സർജിക്കൽ എക്യുപ്മെന്റ്സും ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ തുന്നാൻ വേണ്ടിയിട്ടുള്ള സൂചിയും നൂലും ഒക്കെ മേടിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകേണ്ട സ്ഥിതിയിലേക്കാണ്. അതാണ് ഞാൻ പറയുന്നത്, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. പകർച്ചവ്യാധികൾ വ്യാപകമായുണ്ട്. ഇതൊന്നും തടയാനുള്ള യാതൊരു ശ്രമവും നടത്തുന്നില്ല. PR വർക്ക് മാത്രമാണ് ആരോഗ്യവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല PR ആണ്. ചോദിച്ചു കഴിഞ്ഞാൽ 15 കൊല്ലം മുമ്പുള്ള കാര്യം പറയും. 15 കൊല്ലം മുമ്പുള്ള സർക്കാർ ആശുപത്രിയിലെ പേഷ്യൻസിന്റെയും ഇപ്പോഴത്തെ, എന്നാ പിന്നെ 25 കൊല്ലത്തെ കൂട്ട്. 25 കൊല്ലം എന്തുകൊണ്ടാണ് സർക്കാർ ആശുപത്രിയെ കൂടുതൽ ആളുകൾ ആകർഷിക്കുന്നത്? സ്വകാര്യ ആശുപത്രിയിലെ ചെലവ് ഭീകരമാണ്, വലിയ എക്സ്പെൻസീവാണ്. അപ്പം ഒരു മിഡിൽ ക്ലാസ്സിൽപ്പെട്ട മധ്യവർഗത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ വരുന്നത്. പാവപ്പെട്ടവരും അല്ലാത്തവരും ഇടത്തരക്കാരും എല്ലാം സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. വലിയ പണച്ചെലവാണ് മറ്റ് സ്വകാര്യ ആശുപത്രികൾ. അതുകൊണ്ടാണ് ഇവിടെയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണ്ടേ. ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ഗവൺമെന്റിന്റെ മുൻഗണന എന്താണ്? ഇത് ഈ ആളുകൾക്ക്, പാവങ്ങൾക്ക് മരുന്ന് മേടിച്ചു കൊടുക്കലല്ലേ? പുറത്തേക്ക് മരുന്ന് എഴുതി കൊടുത്ത് ആയിരക്കണക്കിന് രൂപയുടെ മരുന്ന് പുറത്തുനിന്ന് മേടിക്കാൻ പറ്റാത്ത പാവങ്ങൾ എന്ത് ചെയ്യും? പിന്നെ എന്തിനാ സർക്കാർ ആശുപത്രി, മെഡിക്കൽ കോളേജൊക്കെ? അല്ലാതെ അത് പേടിപ്പിക്കരുത്. അത് സത്യം തുറന്നു പറഞ്ഞവരെ ഭയപ്പെടുത്തരുത്. ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്, മുഖ്യമന്ത്രിയുടെ സ്വരത്തിലുണ്ട്, MP ഗോവിന്ദന്റെ വർത്തമാനത്തിലുണ്ട്. അത് വേണ്ട, അത് ശരിയല്ല. തുടക്കത്തിൽ ഇതിനെ പോസിറ്റീവായി കാണുന്ന പ്രതിനിധി ഉണ്ടാക്കി പിന്നീട് വിമർശന സിസ്റ്റം ഓണാവുകയും ചെയ്തുകൊണ്ട് അതല്ല, ഡോക്ടറെ വലിയ ചേർത്ത് പിടിക്കുന്നത് പോലെ കാണിച്ച് ഡോക്ടർ പറഞ്ഞ വിഷയത്തെ നിരാകരിക്കാനും ഇല്ല എന്ന് സമർത്ഥിക്കാനാണ് ശ്രമിക്കുന്നത്. കേരളത്തിന് പണ്ട് മുതലൊക്കെ നല്ല പേരൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല പേരാണ് ഇപ്പൊ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാണ് ഞാൻ പറഞ്ഞത്, ആരോഗ്യ കേരളം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോ പറയുന്നതല്ലോ, ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞിട്ടാണോ ഞങ്ങൾ പറയുന്നത്? ഞങ്ങൾ 2021 മുതൽ കോവിഡ് കഴിഞ്ഞതിന് ശേഷം വളരെ ഗൗരവത്തോടു കൂടി കേരളത്തിലെ ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ നിരന്തരമായി സഭയിലും പുറത്തു ഉന്നയിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണെന്നാണ് ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിലൂടെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അടിവരയിട്ടിരിക്കുക. നിങ്ങൾ അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ എന്താ ചെയ്തിരുന്നെന്ന് അന്വേഷിക്കുക. ആ ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹം PF-ൽ നിന്ന് ലോൺ എടുത്തിട്ട് സർജിക്കൽ എക്യുപ്മെന്റ് വാങ്ങിച്ച ഡോക്ടർ ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. സ്വന്തം PF-ൽ നിന്ന് ലോൺ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ സർജിക്കൽ എക്യുപ്മെന്റ് വാങ്ങിച്ച ഡോക്ടർ ഈ മെഡിക്കൽ കോളേജിലുണ്ട്. എല്ലാവരും ഉണ്ട്. അപ്പൊ മരുന്ന് ക്ഷാമം ഇപ്പോഴും സമ്മതിക്കില്ല മന്ത്രി. അപ്പൊ 15 കൊല്ലം 20 കൊല്ലം മുമ്പുള്ള കാര്യങ്ങൾ പറയാണ്. ആ കണക്കല്ല ഞങ്ങൾക്ക് കേൾക്കേണ്ടത്, ഇപ്പോഴത്തെ കണക്കാണ് ഞങ്ങൾ അറിയേണ്ടത്. പിന്നെ ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്തായിട്ട് കമ്പയർ ചെയ്യാൻ പോയ അന്ന് കാരുണ്യ പദ്ധതി ഉണ്ടായിരുന്നു, ആരോഗ്യ സുരക്ഷാ പദ്ധതി ഉണ്ടായിരുന്നു, കാരുണ്യ ബെനവലന്റ് പദ്ധതി ഉണ്ടായിരുന്നു, ഹൃദ്യം പദ്ധതി ഉണ്ടായിരുന്നു, JSSK ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പൊ ഇല്ല. കാരുണ്യ കാർഡിന്റെ പൈസ ഗവൺമെന്റ് അല്ല കൊടുക്കുന്നത്, അത് HDC-യിൽ നിന്നാണ് കൊടുക്കുന്നത്, ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ നിന്നാണ് കൊടുക്കുന്നത്. ആ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ ഈ കാശ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഏത് സാധനം മേടിക്കാനുള്ള പണം അവിടെ ഉണ്ടാവുമായിരുന്നു, ഏത് എക്യുപ്മെന്റും മേടിക്കാൻ അത്യാവശ്യത്തിന് ചെലവഴിക്കാനുള്ള പണം ഉണ്ടാവുമായിരുന്നു. അതൊന്നുമില്ല. പിന്നെ സർക്കാരിന് മരുന്ന് മേടിക്കാൻ സ്വകാര്യ ആശുപത്രി പോലെ പറ്റില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഫോർമാറ്റ് അതാണ്. ഒരു ആശുപത്രിയിലേക്ക്
ഒരു PH സെന്റർ തൊട്ട് മെഡിക്കൽ കോളേജ് വരെയുള്ള ഇൻഡന്റ് ആണ് കൊടുക്കുന്നത്. അടുത്ത വർഷത്തേക്കുള്ള മരുന്നിന്റെ ആവശ്യത്തിന്റെ ഇൻഡന്റ് കൊടുത്ത് അതെല്ലാം കൂടി കളക്ട് ചെയ്തിട്ടാണ് ടെൻഡർ വെച്ച് മരുന്ന് വാങ്ങിക്കുന്നത്. ആ മരുന്ന് സപ്ലൈ എല്ലാ ആഴ്ചയും സപ്ലൈ ചെയ്യുന്നവരുണ്ടാവും, എല്ലാ മാസവും ചെയ്യുന്നതുണ്ടാവും, ഒരു കൊല്ലത്തേക്ക് ഒരുമിച്ച് കൊടുക്കുന്നുണ്ടാവും, പലതും ഉണ്ടാവും. അത് മരുന്നിന്റെ നേച്ചർ അനുസരിച്ചിട്ടാണ്. അപ്പൊ സർക്കാർ ആശുപത്രിയിൽ മരുന്ന് മേടിക്കാനുള്ള നടപടിക്രമങ്ങളിലൊന്നും ഒരു കുഴപ്പമില്ല. ഇത്ര നാള് ഒരുപാട് നാൾ കുഴപ്പമില്ലാതെ നന്നായി പോയല്ലോ. ഇപ്പൊ എങ്ങനെ കുഴപ്പം വന്ന്? ഇപ്പൊ കുഴപ്പിച്ചാണ്. അതാണ്. തീർച്ചയായിട്ടും പേടിയാണ്, പേടിപ്പിക്കുകയാണ്. ഇനി ആരും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇനി ആരും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേടിപ്പിക്കല്. മനസ്സിലായ? അതിനാണ് പേടിപ്പിക്കൽ. ഇനി ആരും പറയാതിരിക്കാൻ വേണ്ടിയാണ് പേടിപ്പിക്കുക. പക്ഷെ ഇതൊക്കെ പുറത്തു വരും. വരാതിരിക്കണം, എവിടെ പോകും വരാതെ? യാഥാർത്ഥ്യങ്ങളിൽ ഓരോ ദിവസവും ഓരോ വാർത്തകളാണ് വരുന്നത്. ഒരുപാട് സങ്കടങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്.